നമ്മുടെ ഫാസിൽ സാറിൻ്റെയും നെടുമുടി ചേട്ടൻ്റെയും ഒക്കെ ഇതാണ്. അവർ മോണോ ആക്ടായിരുന്നു. മിമിക്രിയുടെ തൊട്ട് മുമ്പുള്ള അവസ്ഥയായിരുന്നു. ആ അമച്ചർ നാടകം കണ്ടിട്ട് ചെറിയ ഈ പ്രൊഫഷണൽ ട്രൂപ്പ് ആണെങ്കിലും ഒരു 50-60 നാടകം കളിക്കുന്ന ചെറിയ സമിതി ഉണ്ട്. അവരും പ്രൊഫഷണൽ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതിലൂടെയൊക്കെ അഭിനയിച്ചാണ് നാടകത്തിൽ വന്നത്. ഒരു പെൺവേഷം കെട്ടിയൊക്കെയാണ് അഭിനയിച്ചത്. 3 നടികളുണ്ടെങ്കിലേ പ്രൊഫഷണൽ ട്രൂപ്പായിട്ട് അംഗീകരിക്കും. അപ്പം അങ്ങനെ 2 നടിമാരെ സംഘടിപ്പിച്ചിട്ട് 3ാമത്തെ നടി ഞാനായിട്ട് അങ്ങനെ പോകുമായിരുന്നു. നമ്മുടെ 2 നടികൾ ഉണ്ടല്ലോ, മറ്റേ നടി ആ കുട്ടിയായിട്ട് അഭിനയിച്ച നടിയുടെ അവൻ പറയാം അത് ആ കുട്ടിയുടെ അച്ഛൻ വന്ന് കൊണ്ടുപോയായിരുന്നു. കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ സിനിമയും ഒക്കെ തേടി പോകും. പക്ഷെ അവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല, നാടകമായി. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും വിളിച്ചിട്ട് നമ്മൾ ചെന്നില്ല എങ്കിൽ പിന്നെ അവർ വിളിക്കത്തൊന്നും. അല്ല, എനിക്ക് അങ്ങനെ ഒരു മടുപ്പ് ഒരിക്കലും തോന്നി. ആ പരമാര ദേവി ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ആണ് ക്യാമറ അവിടെ വെച്ചിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്തത്. പൊതുവിലുള്ള കുറ്റകൃത്യങ്ങളുടെയും പൊതുവിലുള്ള ഇതിൻ്റെ രീതികൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് പിന്നെയും ഇത് ആവർത്തിക്കുന്നു ചോദിച്ചാൽ തികച്ചും ഞാൻ പറയും ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതുപോലുള്ള ശിക്ഷകൾ വേണം ഇവിടെ. കൺമുമ്പിൽ വെച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് അതുപോലെയുള്ള ശിക്ഷകൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഭയമില്ല. നിയമത്തിനകത്ത് ശിക്ഷ പോരാ. ശിക്ഷ പരമാവധി ശിക്ഷ കുറ്റം ചെയ്യുന്നവനല്ലേ ശിക്ഷ അനുഭവിക്കുക. മുമ്പ് ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പം കഞ്ചാവ് കൊണ്ടുപോയിരുന്നു. കാരണം കടുത്ത സ്വാമിക്ക് വഴിപാടായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. ഈ മാലയത്തിലൊക്കെയുള്ള സ്വാമി സന്യാസിമാരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരെല്ലാം വേറെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇത് ഞാൻ അവസാന വാക്കായിട്ട് പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു നാടകം കളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അവർ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് വന്നു. ഞങ്ങളങ്ങ് പെരുമാറി. 6 പേരുണ്ടായിരുന്നു. അവരെ ശരിക്കും അങ്ങ് പെരുമാറി. ഏത് സ്ഥലമാണെന്നൊന്നും പറയുന്നില്ല. ഇച്ചിരി ഇല്ലാത്ത പിള്ളേർ പറയും എവിടെയായിരുന്നടാ മറ്റേ മോനെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. കൊച്ചു പിള്ളേരെ എല്ലാം മിണ്ടാൻ പറ്റുമോ? ഇപ്പോൾ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിട്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കോട്ടയം രമേശ് സാറാണെന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. കുട്ടിക്കാലം തൊട്ടേ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പൊ നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ്, അല്ലാതെ ആദ്യ സിനിമയിലേക്കുള്ള ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? അല്ല, ആദ്യ സിനിമയിലേക്കുള്ള കടന്നുവരവ് എന്ന് പറയുന്നത് സിനിമ കണ്ടു കഴിഞ്ഞ് ആണ് നാടകം കാണാൻ തുടങ്ങിയത്. ആദ്യം സിനിമയാണ് കാണുന്നത്, അത് കഴിഞ്ഞിട്ട് നാടകം കാണുന്നത്. അപ്പോൾ സിനിമയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ സിനിമകൾ കൂടുതൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യം വെച്ച് ഒരു സിനിമാ നടൻ ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് സിനിമാ നടൻ ആകണമെങ്കിൽ നാടകത്തിൽ കൂടെ വന്ന സിനിമയിലേക്ക് വരാൻ പറ്റുള്ളൂ. അന്ന് ഇന്നത്തെ പോലെ മിമിക്രി ഒന്നുമില്ല. മോണോ ആക്ട് തന്നെ വളരെ കുറവാണ് അന്ന്. അത് വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ അപൂർവമായിട്ട് കേരളത്തിൽ അങ്ങേ അറ്റത്തോ ഇങ്ങേ അറ്റത്തോ ഒക്കെ കുറച്ച് പേര് ഉണ്ടായിരുന്നു. എൻ്റെ കൂടുതൽ ഞാൻ മോണോ ആക്ടൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫാസിൽ സാറിൻ്റെയും നെടുമുടി ചേട്ടൻ്റെയും ഒക്കെ ഇതാണ്. അവർ മോണോ ആക്ടായിരുന്നു. മിമിക്രിയുടെ തൊട്ട് മുമ്പുള്ള അവസ്ഥയായിരുന്നു മോണോ ആക്ട് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ അവരുടെ ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് മുതിർന്നു ഞാൻ അന്നേരം. ഹൈസ്കൂളിലൊക്കെ വന്ന് ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു അത് കാണാൻ തുടങ്ങുന്നത്. അവർ ഫേമസ് ആയിരുന്നു. അങ്ങനെ കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കാണുമ്പോഴാണ് നമുക്ക് സിനിമ ആകണമെന്നുള്ള ആഗ്രഹം വെച്ചത്. അപ്പോൾ അതിന് നാടകമാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത് മറ്റു മുതിർന്ന ആളുകളിൽ നിന്നുള്ള അറിവ് കിട്ടി. അങ്ങനെയാണ് നാടകത്തോട് ഇത് തോന്നുന്നത്. അങ്ങനെ നാടകത്തിൽ അഭിനയിക്കണമെന്നുള്ളത് തോന്നുന്നു. സ്കൂൾ നാടകങ്ങളിലൂടെ തുടങ്ങി. പിന്നെ കലാനിലയം സ്ഥിരം നാടക വേദിയിൽ അമച്ചർ നാടകങ്ങളൊക്കെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തിരുന്നു. ആ അമച്ചർ നാടകം കണ്ടിട്ട് ചെറിയ ഈ പ്രൊഫഷണൽ ട്രൂപ്പ് ആണെങ്കിലും ഒരു 50-60 നാടകം കളിക്കുന്ന ചെറിയ സമിതി ഉണ്ട്. അവരും പ്രൊഫഷണൽ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതിലൂടെയൊക്കെ അഭിനയിച്ചാണ് നാടകത്തിൽ വന്നത്. ഒരു പെൺവേഷം കെട്ടിയൊക്കെയാണ് അഭിനയിച്ചത്. അപ്പോൾ പെൺവേഷം കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. 2 നടിമാരുടെ കൂടെ
മൂന്നാമത്തെ 3 നടികളുണ്ടെങ്കിലേ പ്രൊഫഷണൽ ട്രൂപ്പായിട്ട് ഓ അംഗീകരിക്കും. 3 നടിമാർ വേണം, എങ്കിലേ പൈസ കിട്ടുള്ളൂ. ഓക്കെ. അല്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും ചില്ലറ കൊടുത്ത് വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് വിടുക, ചെറിയ അമച്വറായിട്ട് വിടും. പക്ഷെ 3 നടികളും അതിന് വേണ്ട സംഭവം ഓർക്കസ്ട്രയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫഷണൽ ട്രൂപ്പായിട്ട് അംഗീകരിക്കും. വണ്ടിയെ ചെല്ലണം, ഓ എന്നാലേ നമുക്കൊരു അന്നേരം പ്രൊഫഷണൽ ട്രൂപ്പായിട്ട് അംഗീകരിക്കുള്ളൂ. അപ്പോഴേ പൈസ കൂടുതൽ ഒരു ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് അന്ന് അങ്ങനെ ചെയ്തിരുന്നു. അപ്പം 2 നടികളെ കിട്ടാൻ വലിയ പാടാണ്. അവർക്കൊക്കെ അന്ന് അഡ്വാൻസും ഒക്കെ കൊടുത്ത് നല്ല ശമ്പളമൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിയുമ്പം പിന്നെ ഇതിനൊന്നും മിച്ചം കാണത്തില്ല. ഇല്ല. അപ്പം അങ്ങനെ 2 നടിമാരെ സംഘടിപ്പിച്ചിട്ട് 3ാമത്തെ നടി ഞാനായിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പം അവരുടെ കൂടെ ഞാനും നടിയുടെ വേഷം കെട്ടി, പെൺവേഷം കെട്ടി അങ്ങനെ കൂടെ പോകും. അവിടെ ചെന്നിട്ട് വലിയ കൂടുതൽ എല്ലാവരും ഈ ഏതെങ്കിലും വീടുകളിലൊക്കെ ആയിരിക്കും ചെല്ലുമ്പോൾ ഇരിക്കാനായിട്ടൊക്കെ കൂടും. അപ്പം അങ്ങനെ അവിടെ പോകുമ്പം ഞാനവിടെ ഒന്നും പോകത്തില്ല. കാരണം വല്ല പെണ്ണുങ്ങളും ഒക്കെ വല്ല മറുപടിയൊക്കെ ചോദിച്ചെങ്കിൽ, അല്ലെങ്കിൽ ചില സൂക്ഷ്മ നിരീക്ഷണങ്ങളൊക്കെ മറ്റുള്ള ആളുകളൊക്കെ കാണുമല്ലോ. പെണ്ണുങ്ങളുടെ കാര്യം അല്ലേ, ആണുങ്ങളുടെ കാര്യം മോശമാണെന്നല്ല പറഞ്ഞത്. അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. നടി വരുന്ന ഈ നടിയെ കാണാൻ വേണ്ടിയിട്ടുള്ള പോരാതെ 2 നടിമാരുടെ കൂട്ടത്തിലൂടെയാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നാൽ കള്ളി വെളിച്ചത്താകും. അപ്പോൾ ചിലപ്പോൾ 2 അടിയും കൂടെ കിട്ടിയെന്നിരിക്കും, കളിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 അടിയെന്ന് പറഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ. അതുകൊണ്ട് ആ സമയമാകുമ്പം കയറും. കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം വന്ന് വണ്ടിക്കകത്തോ എവിടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി അടിച്ച് മാറി ഇട്ട് നമ്മളൊന്നും അറിയാതെ ഒരു പയ്യൻ്റെ കൂട്ട് വന്ന് അവിടെ കൂടെ ഇരിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് അന്വേഷിക്കും, അത് നമ്മുടെ 2 നടികൾ ഉണ്ടല്ലോ, മറ്റേ നടി ആ കുട്ടിയായിട്ട് അഭിനയിച്ച നടിയുടെ. അവൻ പറ അത് ആ കുട്ടിയുടെ അച്ഛൻ വന്ന് കൊണ്ടുപോയായിരുന്നു. അന്നേരം നാടകം കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ ഒന്നും കൊണ്ടുപോകും, ആങ്ങളെയോ അച്ഛനോ ആരെങ്കിലും വന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വളരെ ഇതായിട്ട് അത് ശരി അങ്ങനെ പോയത് ആ വിഷയം അതോടുകൂടി തീർന്നു. അപ്പം അങ്ങനെ അഭിനയിച്ചു തുടങ്ങിയത്. പിന്നെയാണ് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഇത് 10ാം ക്ലാസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ നാടകത്തിൽ വന്നിരുന്നു. അപ്പം അങ്ങനെ പിന്നെ കലാനിലയം എന്ന് പറയുന്ന സ്ഥിര നാടകവേദിയിലേക്കാണ് പോകുന്നത്. അത് 200ഓളം 210 പേരോളം ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ. അപ്പോൾ വലിയ നാടക സമിതിയല്ലേ. രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാര്, അലാവുദ്ദീൻ അത്ഭുതവിളക്കും, ഗുരുവായൂരപ്പൻ, കൃഷ്ണാവതാരം, പിന്നെ രാമായണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുരാണങ്ങളും, പിന്നെ ക്രിസ്തു, അലാവുദ്ദീനും അത്ഭുതവിളക്കും, അങ്ങനെ എല്ലാ ഒരുപാട് നാടകങ്ങൾ 15ഓളം നാടകങ്ങൾ കലാനിലയത്തിൻ്റെ തന്നെ ഉണ്ടായിരുന്നു, കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളോളം അതിനകത്തായിരുന്നു. പിന്നെ കൃഷ്ണനായർ സാറ് മരിച്ചു കഴിഞ്ഞ് കലാനിലയം നിന്നപ്പോഴാണ് അവിടെ നിന്ന് മാറുന്നത്. അങ്ങനെ മാറി പിന്നെ വേറെ പ്രൊഫഷണൽ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിൽ എൻ പിള്ള സാറിൻ്റെ കൂടെ അങ്ങനെ കുറേ സമിതികളിൽ സംഗീതന, സൗവർണിക, പൂഞ്ഞാർ, നവധാര, പാല കമ്മ്യൂണിക്കേഷൻ, കൊല്ലം അനശ്വര, ഐശ്വര്യ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സമിതികളിൽ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-30ഓളം സമിതികളിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് 19 വർഷം ഇങ്ങനെ പിന്നിട്ട് പോയത്. അപ്പോൾ ഇതിനിടയ്ക്ക് കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ സിനിമയും ഒക്കെ തേടി പോകും. പക്ഷേ അവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല, നാടകമായിരിക്കും. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും വിളിച്ചിട്ട് നമ്മൾ ചെന്നില്ല എങ്കിൽ പിന്നെ അവർ വിളിക്കത്തൊന്നുമില്ല. കാരണം നമുക്ക് അന്നേരം ആ കൃത്യസമയത്ത് നമ്മുടെ കഷ്ടകാലമെന്നോ അല്ലെങ്കിൽ നല്ല കാലമെന്നോ ഒക്കെ പറയാം. അത് ആ സമയത്ത് നമുക്ക് നാടകം കാണും. നാടകം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരാൻ പറ്റില്ല. കാരണം പ്രൊഫഷണൽ ട്രൂപ്പിന് നാടകത്തിൽ നിന്ന് ഒരു പകരം ഒരാളെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റില്ല. ദിവസങ്ങളുടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ വേണം ഈ ഫുൾ ലെങ്ത് നാടകത്തിൽ ഇതായിട്ട് വരണമെങ്കിൽ. അപ്പം അതുകൊണ്ട് അത് സാധിക്കാതെ വരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കും, പിന്നെയും ഇതാകും. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കും, ഈശ്വരനോട് പ്രാർത്ഥിക്കും. അവസാനമായപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഇപ്പം അയ്യപ്പനും കോശിക്കാത്തുമൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെയൊക്കെ നമുക്ക് അവസാനമായപ്പം ഇനിയിപ്പോൾ ഈ ജന്മം നടക്കത്തില്ല. അതെ, അതായത് ഒരു 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമയിലേക്ക് പ്രശസ്തിയായിട്ട് നമ്മൾ ഉയർന്നു വരുന്നത്. അത് ഷഷ്ഠപൂർത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സിനിമ. അത്രയും നാളത്തെ ഒരു കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ അത് സാറിലൊരു മടുപ്പുളവാ? അല്ല, എനിക്ക് അങ്ങനെ ഒരു മടുപ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ എന്താണെന്നും സിനിമയുടെ സാഹചര്യം എന്താണെന്നും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ നടന്നും കുറച്ചറിയാവുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഈ കലാനിലയം മുഖാന്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കലാനിലയത്തിൽ വെച്ച് തന്നെയാണ് ആദ്യമേ ഞാൻ മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അഭിമുഖീകരിക്കുന്നത്. അത് 76
ആ 75, 76 ആ കാലഘട്ടത്തിൽ ഷൂട്ട് കഴിഞ്ഞ് 77-ലാണ് ആ പടം താലപ്പൊലി എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്ത് മുഖം കാണിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായ എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അത്രയും വലിയൊരു സംവിധായകന്റെ കൂടെ തന്നെ അന്നേരം വെയിറ്റ് ഒന്നും ചെയ്തില്ലല്ലോ. കുറച്ച് ചെന്ന ഉടനെ വലിയ താമസമില്ല. ഒരു 4-5 മാസത്തിനകം നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി, ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാനുള്ള ഇതുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷനിലൂടെയാണ് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. എറണാകുളത്ത് പരമാര ദേവീ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ടൗൺ ഹാളിനടുത്തുള്ള നമ്മുടെ എറണാകുളത്ത്. ആ പരമാര ദേവീ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആണ് ക്യാമറ അവിടെ വെച്ചിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു മുത്തുക്കുടയായിട്ട് അമ്പലത്തിനകത്തോട്ട് നമ്മൾ കയറി പോകുന്ന അങ്ങനത്തെ ഒരു ഷോട്ടായിരുന്നു എടുത്തത്. അപ്പം അത് അന്ന് സംഭവിച്ചു. അതിനുശേഷം പിന്നെ അതായിരുന്നു ആദ്യം മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ. ഈ വലിയ ക്യാമറ അന്ന് അരിഫ്ലക്സിൻ്റെ അരിയിലെ അങ്ങനെ ഒരു ക്യാമറയാണ്. അപ്പോൾ ആ ക്യാമറയുടെ മുമ്പിൽ 2 സൈഡിലും റീലും ഒക്കെ ഉള്ള ഒരു ഇട്ടുള്ള അത് ഏത് വർഷമായിരുന്നു ആദ്യം? അത് ഒരു 75, 76 ആണെന്ന് ഏകദേശം ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഈ ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിനൊരു ശബ്ദമുണ്ട്. അപ്പം ചിലർക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, 100-200 പേരുടെ കൂടെ നമ്മൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുമല്ല. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വന്ന് കാശ് കൊടുത്ത് നാടകം കാണുന്ന ചുമതലയില്ലായിരുന്നു. ഇല്ല. ഇപ്പോൾ മലയാള സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം ചേട്ടനെ പോലെ നാടകരംഗത്തും സിനിമാ രംഗത്തൊക്കെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിലയ്ക്ക് അപ്പോൾ ഒരു സീനിയറാണ്. അപ്പോൾ ഈ ഒരു യുവതലമുറയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മമ്മൂക്കയോ ലാലേട്ടനോ ഒന്നും അഭിനയിക്കുമ്പോഴും ഒന്നും നമ്മൾ കേൾക്കാത്ത കുറേ പ്രശ്നം. അത് കഴിഞ്ഞ് ഒരുപാട് മഹാനടന്മാർ നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ചു, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇപ്പോൾ നമുക്ക് മലയാള സിനിമയിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയെ ചുറ്റിപ്പറ്റിയും ഒക്കെ കുറേ ലഹരിയുടെ ഉപയോഗം കൂടുന്നു എന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ വരുന്നു. ചേട്ടന് അതിൽ ഇപ്പോൾ ആർക്കും അഭിപ്രായങ്ങൾ വേറൊരു വ്യക്തിയുടെ നേരെ പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു മഹത്തായിട്ടായിരിക്കുമല്ലോ കാണുക. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചേട്ടന് പറയാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, പൊതുവിലുള്ള കുറ്റകൃത്യങ്ങളുടെയും പൊതുവിലുള്ള ഇതിൻ്റെ രീതികൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് പിന്നെയും പിന്നെ ഇത് ആവർത്തിക്കുന്നു ചോദിച്ചാൽ, തികച്ചും ഞാൻ പറയും ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ശിക്ഷയുടെ ഭീകരത കൊണ്ട് ആ കുറ്റം പിന്നീട് ഒരിക്കൽ ചെയ്യാൻ മനസ്സ് തോന്നാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ. അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് കൊടുത്തിരുന്ന ശിക്ഷ എന്തെന്നറിയോ? ഈ ഉദയഗിരി കോട്ടയ്ക്കകത്ത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ 4 മൂലക്കിലും ഇരുമ്പ് കൊണ്ടുള്ള വലിയ വളയങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, ലോക്ക് പോലെയാണ്. ആ ഇതിലേക്ക് അങ്ങനെ പിടിക്കപ്പെടുന്നവനെ കൊണ്ടുവന്ന് അതിലേക്ക് മലർത്തി കിടത്തി 2 കൈയും കാലും ബന്ധിച്ച് അതിലേക്ക് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തതിന് ശേഷം ശരീരത്ത് വസ്ത്രങ്ങൾ ഭൂവസ്ത്രനാക്കും. നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഇത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റിയിട്ട് ശരീരത്തേക്ക് ഉപ്പ് തേക്കും. കുഴച്ച ഉപ്പുണ്ട്, കുറുക്കിയെടുത്ത ഉപ്പ്. ആ ഉപ്പ് ജലാംശത്തോടു കൂടി തന്നെ അങ്ങ് തേക്കും. ഇത് തേച്ച് കഴിയുമ്പോൾ ഒന്ന് വലിയും, വീണ്ടും ഉണങ്ങുമ്പോൾ പിന്നെയും തേക്കും. അപ്പോൾ ഇത് അപ്പോഴത്തേനും രാവിലെ തുടങ്ങുന്ന പ്രക്രിയയാണ് ഇത്. എന്നിട്ട് കുറച്ച് വെയിൽ ഉറച്ച് വരുമ്പോഴത്തേനും ഇതിങ്ങനെ ജലാംശം ഇങ്ങനെ അകത്തോട്ട് വലിച്ചുകൊണ്ട്, അപ്പോൾ അതനുസരിച്ച് ഈ ഉപ്പ് ഉള്ളിലേക്ക് ഇറങ്ങും, ഈ സ്കിന്ന് വഴി മാംസത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് അതിഭീകരന്മാരായ കാളക്കൂറ്റന്മാരുണ്ട്. നമ്മൾ കണ്ടേ ചുമലൊക്കെ ഒഴിച്ച് നമ്മളിങ്ങനെ കാണുന്ന കാളകളില്ലേ, അങ്ങനെ കാളകളെ ചങ്ങലയൊക്കെ ഇട്ട് കൊമ്പിലൊക്കെ വെള്ളിയൊക്കെ കെട്ടിച്ച് അങ്ങനെയൊക്കെയുള്ള കാളക്കൂറ്റന്മാരുണ്ട്. 2 കാള ഇങ്ങോട്ട് കൊണ്ടുവരും.
2 കാള ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനെ രാവിലെ മുതൽ വെള്ളം, തലേദിവസം വൈകിട്ട് മുതൽ വെള്ളം കൊടുക്കാതെ നിർത്തിയിരിക്കുക ഈ കാളയ്ക്ക്. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ കാള അങ്ങോട്ട് അഴിച്ചു വിട്ടപ്പോൾ ഇവന് ഒന്ന് നക്കിക്കും. ഒന്ന് നക്കി കഴിയുമ്പോഴത്തേക്കും ഇവന് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ മൃഗങ്ങൾക്ക്. അതല്ല വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത്, കാടി വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലല്ലേ ചില കന്നുകാലികൾ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് ഇഷ്ടമായതുകൊണ്ട് ഇവൻ ഇങ്ങനെ നക്കാൻ തുടങ്ങും. അപ്പം ഇരുമ്പ് പോലെയുള്ള അരവാണ് ഇവൻ്റെ നാക്കിന്, ഭയങ്കര അരവാണ്. ആ നാക്കുകൊണ്ട് ആദ്യത്തെ ഒരു നക്കിൽ തന്നെ മേൽത്തൊലി ഇങ്ങ് പോരും. അപ്പം മേൽത്തൊലി പോയി കഴിയുമ്പോൾ ഉപ്പ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ശരീരത്തിലേക്ക്. ആ ഉപ്പ് വരുമ്പോഴത്തേനും ജലാംശം ഇങ്ങനെ ശരീരത്തേക്ക് പനച്ച് വരും. നമ്മുടെ തൊലി പൊട്ടി കഴിഞ്ഞാൽ കാണാൻ മേലെ നീര് വരുന്നത്, വെള്ളം വരുന്ന കാണാൻ മേലയിലാണ്. അതിങ്ങോട്ട് വരുമ്പോൾ ഇവൻ ആർത്തിയോടുകൂടി അങ്ങ് ഭക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ആർത്തിയോടുകൂടി ഇവൻ നക്കി എല്ലുപോലെ മാത്രം, എല്ലിലുള്ള മാംസം വരെ ഇവൻ നക്കിയെടുക്കും. ഒരു കാളയ്ക്ക് തിന്നാനായിട്ട് എത്ര കിലോ സാധനം വേണം. അപ്പോൾ അത് മനുഷ്യൻ്റെ കംപ്ലീറ്റ്. ഇത് നാട്ടുകാരെല്ലാം വന്നിരുന്ന് അവിടെ നിന്ന് കണ്ടോണം. അതാണ് നിയമം. ആ പ്രദേശത്ത് ഏത് പ്രവിശ്യ നടന്നോ അതിനാണ് ശിക്ഷിക്കുന്ന. അവർ മുഴുവൻ വന്ന് കണ്ടോണം അവിടെ ഇരുന്നു. ഇതെല്ലാം കാണുകയാണ്. അവൻ ഇഞ്ചിഞ്ചായി അവിടെ കിടന്ന് പെടച്ച് ആ മരിക്കുന്ന മരണക്കാഴ്ച ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം കണ്ടാൽ എന്തെങ്കിലും ഏതെങ്കിലും കുട്ടികളെ ഉപദ്രവിക്കാനായിട്ട് പോകുമോ ഏതെങ്കിലും ഒരുത്തൻ? അത് ഓർക്കുമ്പം അത്ര ഭീകരമായ ശിക്ഷയായിരുന്നു. അതുപോലുള്ള ശിക്ഷകൾ വേണം ഇവിടെ. കൺമുമ്പിൽ വെച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് അതുപോലെയുള്ള ശിക്ഷകൾ. പക്ഷേ ആ ശിക്ഷ നമുക്കിവിടെ, നമ്മൾ ജനാധിപത്യ രാജ്യമായി, ഇപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി, എല്ലാവരും പ്രധാനമന്ത്രി പ്രസിഡൻറ്റുമാരുമായി. അപ്പോൾ പിന്നെ ആർക്കും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കുമ്പം അതിന് പേടിക്കേണ്ടവരെ പേടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. ആ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്നുള്ള രീതിയിലേക്ക് വരികയില്ല. എല്ലാവരും തുല്യമായ രീതിയിൽ ജീവിക്കണമെന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചുള്ള രീതിയിൽ എല്ലാവരും മറ്റുള്ളവരും ജീവിക്കാൻ തയ്യാറാവണം. ഇല്ലാത്തവർ ആ കെട്ടുപാട് പൊട്ടിച്ച് വേറെ എവിടെയെങ്കിലും പൊക്കോട്ടെ, അവരെ ശല്യപ്പെടുത്തരുത്. അങ്ങനെ കാട്ടിൽ കയറി പൊക്കോട്ടെ, അവിടെ പോയി തോന്നിയാസം ജീവിക്കാമല്ലോ. അപ്പം ഞാനിതിപ്പോൾ ഇത് പറഞ്ഞ നാളെ ഇത് വെച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ആരെങ്കിലും കുസ്തിക്ക് വന്നാലും ഞാനിതൊന്നും മറുപടി പറയാൻ പോകത്തില്ല. 2 തെറി പറഞ്ഞാലും എനിക്ക് യാതൊരു വിരോധമില്ല, എനിക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഇതില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഫാക്റ്റാണ്. തീർച്ചയായിട്ടും വേലുത്തമ്പിയുടെയൊക്കെ കാലത്ത് ഇവിടെ എന്താ ശിക്ഷാരീതിയായിരുന്നു. റോഡിൽ കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എല്ലാം നമ്മൾ വഴി വെച്ചു മാറി നിന്നു. നേരം വെളുക്കുന്നവരായിരുന്നാലും ഒരു കുഞ്ഞുങ്ങൾ ഒന്നും തൊടത്തില്ല. അതായിരുന്നു ആ കാലഘട്ടം. പാതിരാത്രിക്ക് സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആർക്ക് വേണേലും പുറത്തിറങ്ങി നടക്കാം, ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഭയമില്ല. നിയമത്തിനകത്ത് ശിക്ഷ പോരാ, ശിക്ഷ പരമാവധി. ശിക്ഷ കുറ്റം ചെയ്യുന്നവനല്ലേ ശിക്ഷ അനുഭവിക്കുകയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്നവർക്ക് വല്ലതും പറയും അത് ദുരുപയോഗം ചെയ്യുന്നു. ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ടുള്ള പ്രവണത ഉണ്ടാക്കണം. അത് നടക്കുമല്ലോ. ആരെങ്കിലും വഴിവഴിച്ച് ചെയ്യുമ്പോഴല്ല. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ വിചാരിച്ചാലേ ഉള്ളൂ. നമ്മളായിട്ട് സിനിമയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളോ മറ്റു മേഖലകളിലും ഉണ്ട്. ഇത് കൂടുതൽ അറിയപ്പെടുന്നതുകൊണ്ട്, കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ട് ഇത് കൂടുതൽ പെട്ടെന്ന് എല്ലാവർക്കും സർവ്വവ്യാപകമാണെന്ന് തോന്നുന്നു സിനിമയിലുള്ളത്. പക്ഷേ നമ്മൾ നിയന്ത്രിക്കണം എല്ലാ ഇതിൻ്റെ അനുസരിച്ച്. അത് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സ്വയം ഓരോരുത്തരും ഓർത്ത് ചെയ്യുക. നമ്മളിത് ഉപയോഗിക്കാതിരിക്കുക, അതേ ഉള്ളൂ ഇതിനകത്ത് ഏറ്റവും നല്ലത്. ഉപയോഗിക്കുന്നവരെ നമ്മൾ പഠിപ്പിക്കാനോ നിൽക്കാനോ അവരോട് പറയാം, ഉപദേശിക്കാൻ പറ്റും. പക്ഷേ ഉപദേശം വല്ലതും ഇതിനകത്ത് കേൾക്കില്ല. അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ പരിണതഫലം എന്താണെന്നുള്ളവരും സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെങ്കിൽ എന്നിട്ട് പഠിക്കുന്നില്ല. അപ്പം പിന്നെ ഉപദേശത്തെ കാര്യം പറയട്ടു. അപ്പോൾ സിനിമ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുമ്പൊന്നും ഇത്രയ്ക്കൊരു ഇതല്ല. മുമ്പും ഒക്കെ കഞ്ചാവ് വലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആളുകൾ. ചില ആളുകൾ കഞ്ചാവൊക്കെ, ഇപ്പോഴും കഞ്ചാവ് വലിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. മുമ്പ് ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പം കഞ്ചാവ് കൊണ്ടുപോയിരുന്നു. കാരണം കടുത്ത സ്വാമിക്ക് വഴിപാടായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. കാരണം ശബരിമലയ്ക്ക് പോകുമ്പോൾ അന്നത്തെ ഭയങ്കര കൊടും തണുപ്പാണല്ലോ ആ സമയമാകുമ്പോൾ. പക്ഷെ തണുപ്പിന് ഇതൊരു പുക വലിച്ചു കഴിഞ്ഞാൽ ആ തണുപ്പ് അറിയാലെന്നാണ് പറയുന്നത്. ഹിമാലയത്തിലൊക്കെയുള്ള സ്വാമി സന്യാസിമാരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവരെല്ലാം വേറെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടോ, അതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു പരിമിതി. അതെ അതെ.
ഇപ്പം എന്നേരത്തി കഞ്ചാവിനെ വലിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പ്രമോഷൻ അല്ല. അടുത്തത് നമ്മൾ വരുമ്പോൾ ഈ സീരിയലും സിനിമയും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം. ഇപ്പം ചേട്ടൻ നാടകത്തിൻ്റെ പറഞ്ഞു, നാടകവും സിനിമയും തമ്മിൽ ഒരു കുറച്ച് കണക്ഷൻസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സീരിയലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉപ്പുമുളകിന് നമ്മൾ സീരിയലായിട്ട് കൂട്ടുന്നില്ല, ഒരു വെബ് സീരീസ് പോലെ വന്നുകൊണ്ടിരുന്ന ഒരു ഇതാണ്. പക്ഷെ സീരിയലുകളുടെ അഭിനയവും സിനിമയിലെ അഭിനയവും വരുമ്പോഴുള്ള ഒരു വ്യത്യാസവും അത് അഭിനയിച്ച് ബലിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും എങ്ങനെയായിരിക്കും? അല്ല, ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സീരിയലിൽ എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിനൊരു പരിമിതികളുണ്ട്, മാർജിൻ ഇട്ടിട്ടുണ്ട്, അതിനൊരു മാർക്ക് ഔട്ട്ലൈനുണ്ട്, ഒരു പ്രത്യേക ഒരു ഇത്, അതിന് നമ്മൾ പറയുന്നത് എന്താ, ഒരു പരിമിതി. ആ പരിമിതിക്കകത്ത് നിന്ന് വേണം അത് കൈകാര്യം ചെയ്യാൻ. അതിൻ്റെ മെയിൻ പരിമിതി എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. കൂടുതൽ പൈസ ചിലവാക്കിയോ കൂടുതൽ സമയം എടുത്ത് ചെയ്യാനോ ഉള്ള അവസ്ഥ അവിടെ ഇല്ല. ഒരു എപ്പിസോഡ് ഒരു ദിവസം ഞാൻ ഇത്ര എമൗണ്ടിനകത്തത് തീർക്കണം, ഇല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും, പ്രൊഡ്യൂസറിന് നഷ്ടം സംഭവിക്കും. അതിപ്പം ചാനൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും. പക്ഷേ എവിടെയായിരുന്നാലും, ചാനലിനായിരുന്നാലും നഷ്ടം തന്നെ ആർക്കാണെങ്കിലും. അപ്പോൾ ഈ പരിമിതിക്കകത്ത്, ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് ആ എപ്പിസോഡ് പൂർത്തിയാക്കിയില്ലെങ്കിൽ നഷ്ടം വരും. അതുകൊണ്ട് പെർഫെക്ഷന് കൂടുതൽ നോക്കിയാൽ അത് ചിലപ്പം ഈ പറയുന്ന നഷ്ടങ്ങൾ സംഭവിക്കും. ഒരു എപ്പിസോഡ് എടുക്കേണ്ടതിന് പകരം പകുതിയൊക്കെ ചിലപ്പോൾ എടുക്കാൻ പറ്റുള്ളെങ്കിൽ എന്ത് ചെയ്യും? അതാണ് അതിൻ്റെ അകത്തൊരു. പിന്നെ അഭിനയത്തിൻ്റെ ഇപ്പോൾ കരച്ചിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഏത് അവസ്ഥയിലാണ് കരയുന്നതിനെ ആശ്രയിച്ചാണ് ഏറ്റക്കുറച്ചിലുകളുണ്ടാകുന്നത്. നമ്മൾ കരയെന്ന് പറയുമ്പോൾ മുളക് പൊടി കണ്ണി പോയാൽ നമുക്ക് കണ്ണുനീര് വരും, കരച്ചിൽ വരും. ഉള്ളി അരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കണ്ണുനീര് വരും. ഇത് ആ കരച്ചിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നാം. പക്ഷെ ഉള്ളി അരിയുന്നതെന്നുള്ള ഉള്ളി ഇവിടെ ലാസ്റ്റ് കാണിച്ച് കഴിയുമ്പോഴാണ് ഇത് ഉള്ളി അരിയായിരുന്നു എന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ കണ്ണീര് തോന്നുമ്പോൾ ഇവരെന്താ കരയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ ഇനി ഉള്ളി ഇല്ലാതെ തന്നെ ഉള്ളി അരിയുന്നതായിട്ട് നമുക്ക് വേണമെന്ന് വരില്ല അഭിനയിച്ച് കാണിക്കാം. ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് വെച്ച് പിച്ചാത്തിയും കൂടെ എടുത്താൽ കൂടെ അങ്ങോട്ട് വെച്ച് കൈകൊക്കെ തുടച്ച് കഴിയുമ്പോൾ ഉള്ളി അരിയായിരുന്നുള്ളൊരു മനസ്സിലാക്കാം. അപ്പം അത് ആ അഭിനയ രീതി എന്ന് പറയുന്നത് വേറൊരു ഇത്. അതേസമയം നമ്മളിവിടെ കിലോ കണക്കിന് ഉള്ളി അരിയുന്ന ഭാഗം ഒരു കിലോ കണക്കിന് ചാക്കെട്ടിനകത്ത് മേടിക്കും, മറ്റേ 1 കിലോ ആയിരിക്കും ഉള്ളി മേടിക്കുന്നത്. അപ്പം സിനിമയിൽ അഭിനയിക്കുന്നത് ആ അഭിനയത്തിൻ്റെ ഒരു ഇതിനെ കുറിച്ച് പറയുകയാണെന്നൊരു വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒക്കെ ഒരുപോലെ ഒക്കെ തന്നെ. ഒരു അവസ്ഥാന്തരങ്ങൾ മാറുന്നു എന്നല്ലാതെ അഭിനയത്തിലെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേഷനറി കടയിൽ ചെല്ലുന്നു, അതുപോലെയാണ് സ്റ്റേഷനറി കടയിലുള്ള സാധനങ്ങൾ തന്നെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും അവിടെയും കിട്ടും. അപ്പം അത് ഹൈപ്പർ മാർക്കറ്റ്, ഇത് സൂപ്പർ മാർക്കറ്റ്, ഇത് സ്റ്റേഷനറി കട എന്നുള്ള ഈ വ്യത്യാസമുണ്ട്. ഇതേ സാധനം തന്നെ നമ്മൾ അവിടുന്ന് മേടിക്കുന്നത് ഇവിടുന്ന് മേടിക്കുന്നത്. പക്ഷെ മേടിക്കുന്നതിന് ചില ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ട് ഓരോ സ്ഥലത്തും. അത്രയും വ്യത്യാസമാണ്. നമ്മൾ സ്റ്റേഷനറി കടയിൽ ചെന്നാൽ വഴി നിന്ന് അവിടെ വെളിയിൽ നിന്നുണ്ട് ചേട്ടാ ഒരു ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നമ്മൾ പെറുക്കിയെടുത്ത് തയ്ക്കുന്നു. ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പല വെറൈറ്റികൾ കാണും. ഒരു സാധനത്തിൻ്റെ തന്നെ പല വെറൈറ്റികൾ ഉണ്ടാവും. അവിടെ 10 വെറൈറ്റി ഉണ്ടെങ്കിൽ ഇവിടെ 5 വെറൈറ്റി ആയിരിക്കും കാണുന്നത്. മറ്റിടത്ത് 2 വെറൈറ്റി പോലെ ഒരൊറ്റ വെറൈറ്റിയെ കാണുള്ളൂ. അത് മേടിച്ചോളാം, അതുകൊണ്ട് പോക്കോളാം, അഡ്ജസ്റ്റ് ചെയ്തോളാം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇത് ഞാൻ അവസാന വാക്കായിട്ട് പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ വിശദീകരിച്ചൊന്നും അഭിനയിക്കാൻ സമയമില്ല ഏട്ടാ, എപ്പിസോഡ് ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമോ? അന്നത്തെ പിടിച്ചോന്ന് പറയും. അത് ഞങ്ങൾ ഈ നാടകം കളിക്കുമ്പോഴേ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കാണും. തേർഡ് ഞാൻ 4 നാടകം വരെ കളിച്ചിട്ടുണ്ട് ഒരു ദിവസം കണ്ടിന്യൂ ആയിട്ട്. ഒരു സ്ഥലത്തല്ല, 4 സ്ഥലത്തായിട്ടാണ് കളിക്കുന്നത്. അപ്പം ഈ നാടകം നമ്മൾ ഫസ്റ്റ് സ്ഥലത്ത് കളിക്കുമ്പോൾ 7 മണിക്കാണ് വെച്ചിരിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പം ഈ കമ്മിറ്റിയിൽ ചില മുരട്ട് പിടിച്ച ചില ആളുകൾ കാണും. കാരണം അവർ പറയുന്നത് എന്താണോ അവർ ഇച്ചിരി മുതിർന്ന ആളോ അല്ല പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട് കമ്മിറ്റി ഉള്ള ഒരാളായിരിക്കും. ഒരുപാട് സമിതികളും ഒക്കെ വന്ന് ഒരുപാട് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് അതിനൊക്കെ എല്ലാം പൈസയൊക്കെ കൊടുത്ത് വിട്ടുന്ന ആളായിരിക്കും. പുള്ളിയുടെ കയ്യിൽ നിന്നല്ല,
ഈ കമ്മിറ്റിയിലാണ് കൊടുക്കുന്നത്. പക്ഷെ പുള്ളി കൊടുക്കുന്നതായിട്ടാണ് നമ്മള് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില അമ്മാവന്മാർ ചില ആളുകൾ കാണും, ചെറുപ്പക്കാരും ഉണ്ടാകും, അവർക്കും ഉണ്ടാകും ഈ ചില ഈഗോയിസം. അപ്പം അങ്ങനെ നിൽക്കുന്നിടത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മളെ 7 മണിക്ക് എന്ന് പറയുമ്പോൾ ചെല്ലുമ്പോഴേ പറയും ചേട്ടാ 7 മണിക്കാണെങ്കിൽ സെക്കൻഡ് ഉള്ളതാണ്, അതുള്ള ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെല്ലും. ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് നമുക്ക് നോക്കാം സമയമായിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരിക്കും. സമയമായി കഴിയുമ്പോൾ 7 മണി എന്നുള്ളത് 7:30 ആയി. സമയമായി നമ്മൾ നാടകം തുടങ്ങിയിട്ടത്. ദീപാരാധന അവിടെ ഏതാണ്ടൊക്കെ ചടങ്ങുകളൊക്കെയാണ്, കാര്യം ഒന്ന് കഴിയട്ടെ അവിടെ പോയി ഇല്ലേ സമയമാകുമ്പോൾ ഇരിക്കാം എന്ന് പറയും. അപ്പോൾ പതുക്കെ ഓരോ അരമണിക്കൂർ കഴിയും തോറും ടെൻഷനായി, മറ്റായി പ്രശ്നമായി. 8 8:30 അപ്പോഴും തുടങ്ങുന്നില്ല. അപ്പോൾ എത്രയായി? 7 പോയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. 8:30 ആകുമ്പോഴത്തേക്കും ചെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ പുള്ളി അപ്പം ബാക്കിയുള്ളവരെല്ലാം കൂടെ പറയും ചേട്ടാ അത് നടക്കട്ടെ, അവർക്ക് സെക്കൻഡുള്ള ആവട്ടെ, നമുക്ക് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തീർന്നില്ലേ, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ ചെയ്യടേ എന്ന് പറഞ്ഞാൽ പുള്ളി ഇഷ്ടപ്പെടാതെ അങ്ങ് മാറും. അപ്പോൾ 1.5 മണിക്കൂർ അവിടെ നഷ്ടപ്പെട്ടു നമുക്ക്. ഈ 1.5 മണിക്കൂർ എങ്ങനെയെങ്കിലും ലാഭിക്കാനായിട്ടുള്ള ഇത് നോക്കുക. ആകെ നാടകം 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെ 1.5 മണിക്കൂർ കട്ട് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കിട്ടുന്ന ആട്ടെ എന്ന് കരുതി പരമാവധി നമ്മൾ ഫാസ്റ്റായിട്ട് കളിക്കാൻ പോകും. ഇതൊക്കെ ഇതിൻ്റെ രഹസ്യങ്ങളാണ്, വെളിയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്നാലും അപ്പം നാടകത്തിന് എന്ന് കരുതി പെർഫോമിങ്ങിന് ഭാഗങ്ങൾക്കൊന്നും ഒരു കുറവും വരത്തില്ല. നമ്മുടെ ആ ഋതം ഒന്ന് മാറ്റും. അല്ലെങ്കിൽ ആ കാലം 1-ാം കാലത്തിലോ 2-ാം കാലത്തിലോ പോകുന്നെങ്കിൽ അതൊരു 3-ാം കാലം 4-ാം കാലം ഒക്കെ ആക്കും, ഇച്ചിരി ഫാസ്റ്റ് ആക്കും പെട്ടെന്ന്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു, അത് ആലോചിച്ച് അതിന് മറുപടി പറയുന്ന സംഭവമായിരിക്കും ആ സിറ്റുവേഷനുള്ള. അവിടെ മ്യൂസിക് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ആലോചനയുടെ അളവ് കുറയ്ക്കും. അവിടെ ആദ്യം ഒന്ന് നോക്കി ഒരു സിഗരറ്റ് എടുത്ത് വെച്ച് വലിച്ചു, 2 പുക വിട്ടു, എന്നുവെച്ചാൽ മുഖത്തേക്കൊന്ന് നോക്കി, അത് കഴിച്ച് വീണ്ടും ഒന്നുകൂടെ വലിച്ചു. നാളെ ഒന്നുകൂടെ വലിച്ചു വിട്ടു. നാളെ ഒരു ഉച്ചയാകുമ്പം പിന്നെ അപ്പോഴും പറയുന്നില്ല, നീ ഇങ്ങോട്ട് വാ, ഇതായിരിക്കും പറഞ്ഞു ഡയലോഗ്. അങ്ങനെ ആയിരിക്കും നമ്മൾ സാധാരണ പറയുന്നത്. ഈ സെക്കൻഡ് നമ്മുടെ സമയം പോയ സ്ഥലത്ത് പറയുമ്പോഴത്തേനും നമ്മളിത് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മ്യൂസിക്കാരനായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളുണ്ട്, അവനും ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ നിന്നും പോലെ തീപ്പട്ടി കൊണ്ട് നാളെ ഉച്ചയാകുമ്പോൾ നീ ഇങ്ങോട്ട് വാ എന്ന് ഇങ്ങനെ പല സ്ഥലത്താകുമ്പോൾ എത്ര 10 സെക്കൻഡ് കിട്ടിയാലേ 6 സ്ഥലത്താകുമ്പോൾ 60 സെക്കൻഡ്, ഒരു മിനിറ്റായി. ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പിന്നെ നീണ്ട ഡയലോഗുകളൊക്കെ കാണും. അത് നിർത്തി ഭാവകാവാദികളോട് കൂടിയൊക്കെ ആയിരിക്കും പറയുന്നത്. ഒറ്റ കത്തീരം കത്തി. അങ്ങനെയാണ് ഇതിൻ്റെ സമയം നമ്മൾ കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അരമണിക്കൂർ കിട്ടിയാൽ അത്രയും സന്തോഷമായി അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് അഭിനയത്തിൻ്റെ രീതികൾ. ഓരോ സ്ഥലത്തും ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ കഥാപാത്രത്തിന് സ്ഥായിയായിട്ടുള്ള ഇത് സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു ദിവസം ഒരു സീൻ തന്നെ കഷ്ടിച്ച് മാത്രം എടുക്കുന്ന ചില സിനിമയും ഡയറക്ടർമാരും അങ്ങനെയൊക്കെ ഉള്ളവരുമുണ്ട്. പക്ഷെ ആ സിനിമയുടെ റിസൾട്ടല്ല ഒരു ദിവസം കൊണ്ട് 13 സീൻ 12 സീൻ 10 സീൻ 8 സീനൊക്കെ എടുക്കുന്ന സിനിമയെ തമ്മിൽ ഇതിന് ടോട്ടൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഇതിനൊക്കെ ചെയ്യാം, മാറ്റിമറിച്ച് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി ഇത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ നാടകരംഗത്ത് ഒരു 50 വർഷം കഴിഞ്ഞു, സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഇപ്പോൾ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തായിരിക്കും? പെട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു അനുഭവം എന്തായിരിക്കും? അല്ല, പെട്ടെന്ന് മറക്കാൻ എല്ലാം ഈ പറഞ്ഞ കഥകൾ മുഴുവനും നമ്മളെല്ലാം ഓർത്തിരിക്കുന്നതല്ലേ. മറക്കാനുള്ളതൊന്നുമില്ല. എല്ലാ അനുഭവങ്ങളും നമ്മൾ കുറേയൊക്കെ എല്ലാം ആരെങ്കിലും ഒരാൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഓർക്കും, അങ്ങനെ ഓർക്കും. അത് പിന്നെ സാധാരണമായിട്ടുള്ള ഒരു ഇത് ഉള്ളൂ. നാടകത്തിലാണെന്നൊരിക്കൽ നമ്മളെ വേറൊരു സമയത്ത് നാടകം കളിക്കാൻ വരാഞ്ഞിട്ട് ഞങ്ങളവിടെ വേറൊരു സ്ഥലത്ത് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ സംഘാടകർ വന്നിട്ട് ഏജൻറ്റും കൂടെ വന്ന് സെക്കൻഡ് കളിക്കാൻ അവിടുത്തെ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് ഒരു സമിതി വന്നില്ല, നാടകം കളിക്കാൻ നടക്കുകയില്ല, അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വന്നൊന്ന് കളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു കളിയും കൂടെ കിട്ടിയതല്ലേ, എല്ലാവർക്കും അത് സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് മുടക്കി കെട്ടി ഈ സ്ഥലത്ത് കൊണ്ട് കാമ്പൗണ്ട് ചെയ്തപ്പോൾ അവിടെ എങ്ങും ആരും ഇല്ല.
ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കസേരകൾ മറ്റു കാര്യങ്ങളൊക്കെ കാലൊടിഞ്ഞത് കൈ ഒടിഞ്ഞത് അങ്ങോട്ട് ഇതായി കിടക്കുന്ന ഒരു വലിയ പ്രളയം നടന്ന പോലെയുള്ള ഒരവസ്ഥ കിടക്കുക. സ്റ്റേജിൻ്റെ ഓലക്കീറുകളൊക്കെ പൊളിഞ്ഞു പോയി ഇവിടെ കിടക്കുന്നു. ഞങ്ങളൊരു വലിയ അമ്പലത്തിൻ്റെ വലിയൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ ഗേറ്റും മതിലും എല്ലാം ഉണ്ട് ചുറ്റോട് ചുറ്റുമുള്ളത്. ആ മതിലിനകത്തോട്ട് കയറി കഴിഞ്ഞ ഉടനെ ഇവർ ആ ഗേറ്റ് അടച്ച് കുറ്റിയിട്ടു ഇവിടെ നിന്ന്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പറയാം, അതേ നിങ്ങൾ നാടകക്കാരെല്ലാം ഒരു ഇതാണ്, മറ്റൊരു നാടകം കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതാണ്. അവർ വന്നില്ല, അവർ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. ഞങ്ങളോട് പറയുക, അവിടെ ഒരു മനുഷ്യരും ഇല്ല. അപ്പോഴേ നമുക്ക് തോന്നി ഇത് പന്തികേടാണല്ലോ എന്ന് തോന്നി. ആളുകൾ ബഹളം ഉണ്ടാക്കിയോ അതല്ലോ തമ്മിൽ കസേര വലിച്ചെറിയോ ഒക്കെ ചെയ്ത് പിരിഞ്ഞു പോയതാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു, ഒരു ബന്ധവും ഇല്ലാത്തവർ. നമ്മളെല്ലാവരും ഒരു ടീമാന്ന് വല്ലതും വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ നാടകക്കാർ തമ്മിലൊക്കെ ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് അവരിവിടെ വരട്ടെ, വന്നിട്ട് നിങ്ങളെ വിടാവുന്നു. അങ്ങനെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ അത്ഭുതകരമായ രീതിയിലാണ് അവിടുന്ന് ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പോകുന്നത്. അതൊരു കഥയാണ്, അത് വലിയൊരു കഥയാണ്. അത് നമ്മുടെ സ്ഥലം ജില്ല നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ ജില്ലക്കാരെ അപമാനിച്ചായിട്ട് കളിയാക്കിയല്ല, അതൊരു അപമാനം തന്നെയാണ്, നാടിന് തന്നെ ഒരു അപമാനമാണ്. അങ്ങനെ ഒരു സ്ഥലമുണ്ടായി. ഞാനത് മുമ്പ് എവിടെയോ ഏതോ വീക്കിലിയിൽ ചോദിച്ചപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു പോയതാണ്. ഇനി അത് അന്ന് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ആ നാട്ടുകാരായ ചില ആളുകൾ സുഹൃത്തുക്കൾ വന്നപ്പോൾ പറയടാ അത് അങ്ങനെ പേര് പറയണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇനി പറയുമ്പം പേര് പറയത്തില്ല, കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തോളാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സംഭവം അതൊക്കെ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കി. എൻ്റെ സംഭവം അങ്ങനെയായിരുന്നു. അവർ നമ്മളോട് വളരെ പരുഷമായിട്ട് പെരുമാറി, പിടിച്ച് തള്ളുകയും അങ്ങനെയൊക്കെയുള്ള കയ്യേറ്റത്തിൻ്റെ വക്കിലേക്കൊക്കെ വന്നു. നമ്മൾ ഒതുങ്ങിയതുകൊണ്ട് അടി കിട്ടിയില്ല, അത് എന്ന് പറയാം, രക്ഷപ്പെട്ടു. പിന്നെ അടി കൊടുത്തിട്ടുള്ള സംഭവമുണ്ട്, അങ്ങനെയുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 മാനേരെയും പ്രധാന നടനെ അടിച്ചു, ഞങ്ങളറിയുന്നില്ല. അപ്പോൾ അവരുടെ റോള് നേരത്തെ തീർന്നുകൊണ്ട് അവർ വെളിയിലിറങ്ങി നിന്നപ്പോഴാണ്, അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവർ അടി ഇട്ടിട്ട് ഇവർ അടി മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള വീരശൂര പരാക്രമികളായ ചെറുപ്പക്കാരുണ്ട്, ഇവന്മാർ ചാടി ഇപ്പം ചോദിച്ചിട്ടുള്ളത് നാടകം നടന്നുകൊണ്ടിരിക്കുകയല്ല, ഇവിടെ ബാക്കി നാട്ടുകാരുടെ അടിക്കാനായിട്ടാണ് നീ നോക്കുന്നത്, അവിടെ നിൽക്കുന്ന നാടകം തീരട്ടെ, സാവകാശപ്പെടും, നമുക്ക് എല്ലാത്തിനും പരിപാടി ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ് നാടകം തീർന്നു. പറഞ്ഞു അപ്പോഴത്തേക്കും നമുക്ക് ചോദിക്കാൻ പോകുമെന്ന് പറഞ്ഞു, വരട്ടെ, സാധനം എല്ലാം ലോഡ് ചെയ്ത് വണ്ടിയെ കയറ്റി പാക്ക് ചെയ്യും. അപ്പോൾ 4 നടിമാരുണ്ടായിരുന്നു. ഈ 4 നടിമാരെയും വണ്ടിയെ കയറ്റി മെയിൻ റോഡിൽ ഇറക്കിയിടും, ഗ്രൗണ്ടിൽ നിന്ന്, അവരുടെ ഗ്രൗണ്ടിൽ നിന്ന് മെയിൻ റോഡിൽ ഇറക്കിയിടാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ മറ്റവരെ വിടാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വണ്ടി ഇടയ്ക്ക് നാടകം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ സാധനം എല്ലാം കയറ്റി വണ്ടി സുരക്ഷിതമായിട്ട് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഡ്രൈവറോട് അവിടെ ഇരുന്നോ, സീറ്റ് ഇരുന്നോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് വന്നു. ഞങ്ങളങ്ങ് പെരുമാറി. 6 പേരുണ്ടായിരുന്നു, അവരെ ശരിക്കും അങ്ങ് പെരുമാറി. ഏത് സ്ഥലമാണെന്നൊന്നും പറയുന്നില്ല. പിന്നീട് പോലീസ് വഴക്കും, ഞങ്ങൾക്ക് ആ ഏരിയയിൽ കളിക്കാൻ ചെല്ലുമ്പോൾ എസ്കോർട്ടായിട്ട് പോലീസ് വരുമായിരുന്നു. അങ്ങനെയൊക്കെ പോയി കളിച്ചത്, അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു അവസ്ഥ, അത് അവിടുത്തെ സാഹചര്യം. അതാണ് അല്ലെന്നൊരു നമ്മൾ കാല് പിടിച്ച് കരയിൽ കിടന്ന് അങ്ങനെ പോരും. അപ്പോൾ അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊന്നും വരുത്തി കൂട്ടി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇന്ന് അവരെ അടിക്കും, ഇന്ന് നമ്മൾ അവരെ അടിക്കും എന്ന് കരുതിയിട്ടല്ല പോകുന്നത്. വരുന്ന സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. താമസിച്ചൊക്കെ ചെല്ലുമ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും ഇച്ചിരി ഇല്ലാത്ത പിള്ളേർ പറയും, എവിടെ ആയിരുന്നടാ മറ്റേ മോനെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത്ര നേരം കൊച്ചു പിള്ളേരൊക്കെ എല്ലാം മിണ്ടാൻ പറ്റുമോ? ആരാലും പറയാം, പോക്കോ മറ്റേ മോനെ കാലവാരി നിലത്തടിച്ചുള്ളത് നമുക്ക് വേണേൽ പറയാം, പക്ഷെ പറയാൻ പറ്റുമോ? നമ്മുടെ ജോലി നമുക്കവിടെ പോയാൽ അവിടുന്ന് പോലീസുണ്ടാകത്തില്ല. നമ്മൾ സ്ഥലവും കാര്യങ്ങളും സന്ദർഭവും അറിയാതെ നമ്മൾ പെരുമാറിയാലേ അതിൻ്റെ ഭവിഷ്യത്ത് വലിയ ഭീകരമായിരിക്കല്ലേ. നാട്ടുകാരെല്ലാം കൂടി തല്ലിയല്ലേ നമ്മൾ. അതേസമയം ഒരു സ്ഥലത്ത് നാടകം കളിക്കാൻ ചെന്നപ്പോൾ ഇതുപോലെ ഒരുത്തം ഭയങ്കരമായ ശല്യം, അവൻ ഇങ്ങനെ ഭയങ്കര അവിടെ ഗ്രീൻ റൂമിൽ കയറി വരെ ഇറക്കി വിട്ടാലും വരിക, ഉടക്കാൻ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഇതായി. അപ്പോൾ നാടകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിൽക്കുക, പോകാൻ വണ്ടിയില്ല. ഇവർ കുറച്ച് ദൂരോട്ടെങ്ങാണ്ട് പോകണം. അപ്പോൾ ചേട്ടാ എന്നെ കൂടെ അവിടെ ഒന്ന് ഇറക്കണം, അടുത്ത കവലയിൽ ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, അവനൊന്നും കയറ്റേണ്ട കാര്യമില്ല, അവനൊന്നും ഒരു കയറ്റേണ്ട കാര്യം. ഞാൻ പറഞ്ഞു എനിക്കിടെ പണിയുണ്ടാ എന്ന് പറഞ്ഞു. ആ കയറിക്കോ അവിടെ ഇറക്കിയതെന്ന് പറഞ്ഞു. പക്ഷേ ഇരിക്കാൻ സീറ്റൊന്നുമില്ല കേട്ടോ, ഫുട്ബോളാണ് നിന്നോണമെന്ന് പറഞ്ഞു. ഓ ശരി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ
അവനെ കയറ്റി ഞങ്ങളങ്ങ് പോയി. അപ്പോൾ ഞങ്ങളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചെല്ലേണ്ട സ്ഥലം ചേട്ടാ ആ വളവ് അങ്ങോട്ട് തിരിയുന്നിടത്ത് അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ആ വളവ് തിരിയുന്നിടത്തല്ലേ? ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഞാനാണ്. പിന്നെ ഡ്രൈവറോട് പറഞ്ഞ് ചെവി പറഞ്ഞ് അവൻ നിർത്തണമെന്ന് പറയുമ്പോൾ നിർത്തരുത്, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. അവന് ആറ്റിങ്ങലിൽ നിന്ന് തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഇറങ്ങേണ്ടതാണ്. ഞങ്ങൾ വണ്ടി വിട്ട് അടിച്ച് വിട്ടങ്ങ് പോയി. ഇവൻ ഇറങ്ങി ചേട്ടാ ഇറങ്ങണം അവിടെ വണ്ടി ഇവിടെ എടുത്ത് എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ അവർക്ക് പല കേസുണ്ട്. നിർത്താടോ അവിടെ എനിക്ക് ധൃതി എന്താ, അവിടെ ഒന്ന് കുറേ നേരമായിട്ട് സർക്കസ് കളിച്ചായിരുന്നല്ലോ, അന്നേരം തോന്നിയില്ലായിരുന്നു അവിടെ ഇരിക്കുക നമുക്ക് വഴിയുണ്ടാകും. കൊല്ലത്ത് കൊണ്ട് ഈ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ ജംഗ്ഷൻ അവിടെ കൊണ്ട് ആ ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കി വിട്ടു. ഇവിടെ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളങ്ങ് പോയി. അതൊക്കെ ഒരു ചെറിയ പരിപാടികളാണ് അങ്ങനെയുള്ളത്. അല്ലാതെ അവൻ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ അതുപോലെ ദ്രോഹിച്ച നമ്മളെ. അപ്പം ചെറിയൊരു പണി അവനേതെങ്കിലും വണ്ടിയിലോ ലോറിയിലോ ഒക്കെ കയറി നേരം വിളക്കുമ്പോൾ വീട്ടിൽ ചെന്നോളൂ. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അത്രയൊക്കെ ആകാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഓരോ 100 അനുഭവങ്ങളുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇപ്പോൾ ഓർത്തപ്പോൾ പെട്ടെന്ന് വന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് അന്യനാട്ടിൽ ചെന്നാൽ നമ്മളെല്ലാം വരുത്തന്മാരാണ് അവിടെ. പ്രത്യേകിച്ച് നമ്മൾ അന്യനാട്ടിൽ നിന്ന് വന്നൊന്നും ഇവർക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചു പിള്ളേർക്ക് ഉൾപ്പെടെ അറിയാം. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യത്തില്ലെന്നും അവർക്കറിയാം. നമുക്ക് പരമാവധി കുതിര കയറാവുന്ന നമ്മുടെ പുറത്ത്. അത് നമ്മളായാലും അങ്ങനെയാണ്. വെളിയിൽ നിന്ന് ഒരുത്തം വന്ന് ഇവിടെ വന്ന ആളാകാനേണ്ട എന്ന് ചോദിച്ചാൽ അവനതെല്ലാം ചെയ്യും. അവനെന്ത് പറ്റി, എന്തുകൊണ്ടാണ് അവൻ ചൂടായതെന്ന് ആരും ചോദിക്കത്തില്ല. ഇനി ആയെങ്കിൽ തന്നെ ഞങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അത് ഞങ്ങൾ തന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ തല്ലാൻ വന്നു ബാക്കിയുള്ളവരുടെ കൂടി. സാധനം കിട്ടിയില്ല, ഇനി വിട്ടുവെക്കോ, കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. അങ്ങനെയുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലം അതിൻ്റെ എന്നാണെന്നും എന്ത് തീയതി എന്താണെന്നും ഒക്കെ ഉള്ളവരെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തേരെല്ലാം ഇനി നമ്മളെ ഇരിക്കും, ഞങ്ങളെ അപമാനിക്കില്ലായിരുന്നു എന്ന് ചോദിക്കും. അത് സത്യമാണ്. അപ്പോൾ ആളത് പറയാൻ പാടില്ല. അതാണ് അപ്രിയങ്കരമായ സത്യം പറയാതിരിക്കുക എന്ന് പറയുക. അതെ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇത് പറഞ്ഞാലും തീരെയല്ല. ഒരുപാട് ഇതുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ പോയി തേടിപ്പോയിരുന്ന കാലമുണ്ട്. ഉണ്ട്. അന്നേരം ഒരുപാട് അനുഭവമുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ പാടുപെട്ട് പോയി കിടക്കുന്ന സമയത്ത് കൂടെ താമസിച്ചിരുന്ന പലരും സംവിധായകരായിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അവർ വിളിച്ചിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അത് വേറെ കാര്യം. അതൊക്കെ വേറെ കഥകൾ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്കിനി പുതിയ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഇനി വരാൻ? പുതിയ സിനിമ ഇനിയിപ്പം വരാൻ വേണ്ടാണെങ്കിൽ കുറേ എണ്ണം ഉണ്ട്. കത്തനാരുണ്ട്, പെരിങ്കളിയാട്ടമുണ്ട്, JSK ഉണ്ട്, തിമിംഗലവേട്ടയുണ്ട്, പിന്നെ സുമതിവളവുണ്ട്, പിന്നെ 916 കുഞ്ഞൂട്ടനുണ്ട്, പിന്നെ പടക്കുതിര ഇപ്പോൾ റിലീസായി. കേക്ക് സ്റ്റോറി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 2 എണ്ണം ഇറങ്ങാനുള്ള. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സുമതി വളവ് ഉടനെ ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ കുറേ. പിന്നെ ഒരു ഒപ്പീസ് എന്നും പറഞ്ഞ കൂടെ ഉണ്ട്. കൂടോത്രം എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. ഒരുപാട് സിനിമകൾ ഇനിയും അങ്ങനെ വരാനുണ്ട്. ഇപ്പം നാളെ തുടങ്ങാൻ പോകുന്നു. ജിത്തു ജോസഫ് സാറ് പ്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന മാർട്ടിൻ ഡയറക്റ്റ് ചെയ്യുന്ന ഷൈനികം നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ നാളെ തുടങ്ങും. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. നാളെ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ വരാനുണ്ട്. ഇനി ഒരുപാട് സിനിമകളുടെ ഭാഗമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമുക്ക് നാടകരംഗത്തിനെ കുറിച്ചും സിനിമാ രംഗത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളും കൂടെ ചേട്ടൻ അത് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു, നന്ദി.